എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സാണ്. നമ്മൾ കുറേ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തായിരുന്നു. വേറൊരു ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ഓഫ് എ MS റോഡ്? MS റോഡ് എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ റോഡ്, ഡയമീറ്റർ 50 mm. ഓക്കെ, ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റാണ് വേണ്ടത്. ഒരു മൈൽഡ് സ്റ്റീൽ റോഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയമീറ്റർ 50 mm ആണ്. അതിൻ്റെ ലെങ്ത് 500 mm, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 500 mm ആണ്. ഇഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ₹80 per kilogram, 1 കിലോഗ്രാമിന് 80 രൂപയാണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയൽ എത്ര കിലോഗ്രാം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദി ഡെൻസിറ്റി ഓഫ് ദി മൈൽഡ് സ്റ്റീൽ റോഡ് ഈസ് 7.8 gram per centimeter cube. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ലെയ്ത്ത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദി കമ്പോണൻറ്റ് ഈസ് 1 hour 30 minutes ആൻഡ് ലെയ്ത്ത് ചാർജ് ഈസ് ₹80 per hour. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു എന്താണ് നമ്മൾ തന്നിട്ടുള്ളത്? നമുക്കൊരു മൈൽഡ് സ്റ്റീൽ റോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അതിൽ 1 കിലോഗ്രാമിന് 80 രൂപയെന്നും തന്നിട്ടുണ്ട്. ആ റോഡിൻ്റെ മെഷർമെൻറ്റും തന്നിട്ടുണ്ട്. 50 ഇതിൻ്റെ ഡയമീറ്റർ, ലെങ്ത് 500 ആണ്. ഓക്കെ, ഡെൻസിറ്റിയും തന്നിട്ടുണ്ട് ആ മെറ്റീരിയലിൻ്റെ. ലെയ്ത്ത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ്, ഇപ്പോൾ ഈ കമ്പോണൻറ്റ് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് ലെയ്ത്തിൻ്റെ ഓപ്പറേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, 1 മണിക്കൂറും 30 മിനിറ്റുമാണ് ഇത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടി ലെയ്ത്തിനകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെയ്ത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1 മണിക്കൂറിന് 80 രൂപയാണ്. ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം ഈ മെറ്റീരിയൽ കമ്പോണൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ സൈസിലുള്ള മെറ്റീരിയൽ ആദ്യം എത്ര കിലോ ഉണ്ടെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര കിലോ ആണെന്ന് നമുക്ക് കിട്ടും. അതിൽ 1 കിലോയ്ക്ക് 80 രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എത്ര കിലോയാണ് അത്ര കിലോ കൊണ്ട് 80 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ഈ മെറ്റീരിയലിൻ്റെ വിലയായി. ഓക്കെ, ഇനി ഈ മെറ്റീരിയലിനെ ലെയ്ത്ത് ഓപ്പറേഷൻ ചെയ്യണം അല്ലേ? അപ്പോൾ ലെയ്ത്ത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അത് നമ്മൾ അടുത്ത എസ്റ്റിമേറ്റ് ചെയ്യണം. മൊത്തത്തിൽ ഇതിൻ്റെ ലെയ്ത്ത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 1.5 മണിക്കൂർ വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 1 മണിക്കൂറത്തേക്ക് 80 രൂപയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ലെയ്ത്ത് ഓപ്പറേഷൻ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിൻ്റെ വിലയും ലെയ്ത്ത് ഓപ്പറേഷനും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ആവും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. തന്നിട്ടുള്ള ഡേറ്റാസ് നമുക്ക് ആദ്യം എഴുതാം. ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 1 കിലോയ്ക്ക് 80 രൂപ. ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ 7.8 gram per centimeter cube. ഓക്കെ, ലെയ്ത്ത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദി കമ്പോണൻറ്റ് 1 hour 30 minutes ആണ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ്. ലെയ്ത്ത് ചാർജ് 80 per hour. ഓക്കെ, നിൽക്കട്ടെ. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. നമുക്കറിയാവുന്നതാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ നമുക്ക് മാസിനെ ഇവിടെ വെയിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു മാസ്. അതായത് വെയിറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വെയിറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഈ മെറ്റീരിയലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. 500 mm ലെങ്തും 50 mm ഡയമീറ്ററും ആയിട്ടുള്ള ഈ റോഡിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. റോഡെന്ന് പറയുമ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷനാണ്, ഇതുപോലത്തെ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൻസിറ്റിയും വേണം, വോളിയവും വേണം. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്, വോളിയം ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് πr² ഇൻറ്റു ലെങ്താണ്. πr² ഇൻറ്റു ലെങ്താണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടുത്തെ വോളിയം കണ്ടുപിടിക്കാം. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. ശരിയല്ലേ? 10. ഇവിടെ റേഡിയസ് വേണം അല്ലേ?
ഇവിടെ നമുക്ക് ഡയമീറ്റർ അറിയാം. ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 50 mm എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ അതിനെ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എന്തായി? 5 സെൻറ്റിമീറ്ററായി. നമുക്കിവിടെ റേഡിയസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഡയമീറ്ററിൻ്റെ പകുതി 5/2, അതായത് 2.5 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2.5 × 2.5. ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 500 mm എന്നാണ്. ഈ എമ്മിനെ നമ്മൾ മാറ്റണം. ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്ററിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 50 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? ഇൻറ്റു 50. മനസ്സിലാവുന്നുണ്ടോ? വോളിയം ഓഫ് എ സർക്കുലർ ക്രോസ് സെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. πr² ലെങ്ത് ആണ്. 3.14 × 2.5. ആറിൻ്റെ വാല്യൂ r² ആയതുകൊണ്ട് 2.5 × 2.5 ഇൻറ്റു ലെങ്ത് 50. നമുക്ക് ചെയ്ത് നോക്കാം. 3.14 × 2.5 3.14 × 2.5 × 2.5 × 50 എത്ര വന്ന്? 981.25 എന്ന് വന്നല്ലേ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത്. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് വോളിയം കിട്ടിയത്. ശരിയല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം weight is equal to density into volume ആണ്. ശരിയല്ലേ? ഡെൻസിറ്റി എത്രയാണ് നമുക്കറിയാം? 7.8. 7.8 ഇൻറ്റു ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻറ്റു, അതായത് വോളിയം 981.25 എത്ര വന്നു? 7.8 ഇൻറ്റു 981.25 അതായത് 7653.75 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വന്നു. ഗ്രാം എന്ന് വന്നു. ഓക്കെ, ഗ്രാം എന്ന് വന്നു. നമുക്ക് വേണ്ടത് കിലോഗ്രാമിലാണ്. ഇപ്പം എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 എത്രയായി? 7.65375 കിലോഗ്രാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടോട്ടൽ വെയിറ്റ്. ആ മെറ്റീരിയലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7.65375 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ഓക്കെ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അല്ലേ? നമുക്കിനി ചെയ്തു നോക്കാം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാമിന് 80 രൂപയെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 1 കിലോഗ്രാമിന് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 80 രൂപ. അപ്പം നമുക്കിവിടെ മൊത്തത്തിൽ എത്ര ഉണ്ട്? 7.65375 ഗുണനം 80 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.65375 ഗുണനം 80 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ₹612.3 രൂപയാണ് മെറ്റീരിയലിൻ്റെ വില. മനസ്സിലായോ? ആ മെറ്റീരിയലിൻ്റെ വില 612.3 ആണ്. 1 മണിക്കൂറത്തേക്ക് ലെയ്ത്ത് ഉപയോഗിക്കുന്നതിന്, അപ്പോൾ നമുക്ക് ലെയ്ത്ത് ചാർജാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെയ്ത്ത് ചാർജ് 1 മണിക്കൂറത്തേക്ക് ലെയ്ത്ത് ഉപയോഗിക്കുന്നതിന് 80 രൂപയാണ്. നമുക്കിവിടെ എത്ര നേരം ഉപയോഗിക്കണമെന്നാണ് പറയണത്? 1.5 മണിക്കൂർ ഉപയോഗിക്കണമെന്നാണ് അല്ലേ? 1 മണിക്കൂറത്തേക്ക് 80 രൂപയാണെന്ന് പറഞ്ഞാൽ അരമണിക്കൂറത്തേക്ക് എത്രയായിരിക്കും? 40 രൂപ. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. 1 മണിക്കൂറത്തേക്ക് 80 രൂപയാണെന്ന് പറഞ്ഞാൽ അരമണിക്കൂറത്തേക്ക് 40 രൂപയല്ലേ ആവൂ? നമുക്കിവിടെ 1.5 മണിക്കൂറത്തേക്കുള്ള ലെയ്ത്ത് ചാർജാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറത്തേക്കുള്ള 80 പിന്നെ അരമണിക്കൂറത്തേക്കുള്ള 40. അപ്പോൾ 1.5 മണിക്കൂറത്തേക്കായില്ലേ? അതായത് 120 രൂപ. ശരിയല്ലേ? Therefore, ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 612.3 120 രൂപയും കൂടെ കൂട്ടുന്നത് എത്രയാണ്? 612.3 120 രൂപയും കൂടെ കൂട്ടുമ്പോൾ 732.3 രൂപയാണ്. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, മെറ്റീരിയലിൻ്റെ ഡയമീറ്ററും ലെങ്തും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളിതിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ πr² ലെങ്ത് ആണ്. അതിൽ 3.14 ഇവിടുത്തെ റേഡിയസ് 2.5 × 2.5 ലെങ്ത് 50 ചെയ്തപ്പോൾ വോളിയം കിട്ടി. വോളിയം കിട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? വെയിറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ആ വോളിയവും നമ്മൾ ഡെൻസിറ്റി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ഇവിടുത്തെ വെയിറ്റ് എന്ന് കിട്ടി? ഗ്രാമിൽ കിട്ടി. അത് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിലോഗ്രാമിലായി.
1 കിലോഗ്രാമിന് 80 രൂപയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 7.65 എത്ര രൂപയായിരിക്കും? 7.65 ഇൻറ്റു 80 ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള മെറ്റീരിയലിൻ്റെ വിലയായി. ഇനി അത് മെറ്റീരിയൽ ഓപ്പറേഷൻ ചെയ്ത് ലെയ്ത്തിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. 1.5 മണിക്കൂർ വേണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. 1 മണിക്കൂർ ലെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 80 രൂപയെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി 1 മണിക്കൂറത്തേക്ക് 80 രൂപയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറത്തേക്ക് 40 രൂപയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 1.5 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ 1 മണിക്കൂറത്തേക്ക് 80ഉം പിന്നെ അവിടുത്തെ അരമണിക്കൂറത്തേക്ക് 40ഉം. അപ്പോൾ 80 40ഉം കൂടെ 120 രൂപയായി. ശരിയല്ലേ? അപ്പോൾ ലെയ്ത്ത് ചാർജ് 120 രൂപയും മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 612 രൂപയാണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ വാങ്ങി ആ മെറ്റീരിയൽ ലെയ്ത്ത് ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 732.3 രൂപ ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ഫോർ മാൻഡ്രൽ? മാൻഡ്രൽ എന്ന് പറയുന്നത് നമ്മൾ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്, ലെയ്ത്തിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മാൻഡ്രൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു റിജിഡായിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണത്. ക്രോസ് സെക്ഷണൽ റൗണ്ട് ക്രോസ് സെക്ഷനിലാണ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി തന്നിട്ടിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 240 രൂപ പെർ കിലോഗ്രാം. 1 കിലോയ്ക്ക് 240 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയലിനാകെ എത്ര കിലോ ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ശരിയല്ലേ? എങ്കിലേ നമുക്ക് ടോട്ടൽ എസ്റ്റിമേഷൻ തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഡേറ്റേഴ്സ് എല്ലാം MM-ലാണ് തന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ അതിനെല്ലാം സെൻറ്റിമീറ്ററിലാക്കണം. 120 mm എന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്റർ. ഇത് 1.8 സെൻറ്റിമീറ്റർ. ഇതും 1.8 സെൻറ്റിമീറ്റർ. 20 mm എന്നുള്ളത് 10 സെൻറ്റിമീറ്റർ. ഇതെത്രയായി? 2 സെൻറ്റിമീറ്റർ. ഇതെത്രയായി? 3 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? ഇതെല്ലാം നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് തന്നിട്ടുള്ള ഡേറ്റകൾ എന്ന് പറയുന്നത് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. 240 പെർ കിലോഗ്രാം. ഇതെല്ലാം തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയേ, ഇങ്ങനെ ഒരു സെക്ഷനുണ്ട്, ഇങ്ങനെ ഒരു സെക്ഷനുണ്ട്, ഈ ഒരു സെക്ഷനുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പം നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷൻ എടുക്കാം. നമുക്കറിയാം എന്തായിരുന്നു? പൈ r² ഇൻറ്റു ലെങ്ത്. പൈ 3.14. R എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് 30 ആണ്. അതായത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? അതായത് ലാർജർ ഡയമീറ്റർ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. അതായത് ഇത് 3 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് 1.5 ആയിരിക്കും. അപ്പോൾ 1.5 ഇൻറ്റു 1.5. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്, ഇത് മുതൽ ഇതുവരെ. ശരിയല്ലേ? എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 3.14 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 12 എത്ര വന്നു? 84.78 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വന്നു. ഇനി ഇന്നർ ഡയമീറ്റർ, സ്മോളർ ഡയമീറ്റർ, ചെറിയ ഡയമീറ്ററിൻ്റെ കേസ് നോക്കാം. അതായത് ഈ രണ്ടെണ്ണം മാൻഡ്രലിൻ്റെ. ഇത് 1.8 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ലെങ്ത് അല്ലേ? ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇത് MM ആണ്, ഇത് സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? അതിൻ്റെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ശരിയല്ലേ? റേഡിയസ് 1 സെൻറ്റിമീറ്റർ. നേരത്തെ എൻ്റെ റേഡിയസ് 1.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് പൈ r² ഇൻറ്റു ലെങ്ത് തന്നെയാണ്. ശരിയല്ലേ? പൈ 3.14, റേഡിയസ് 1 ആണ്. 1 ഇൻറ്റു 1 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 1.8 ആണ്. ഇത്ര ആയപ്പോൾ ഈ ഒരു വോളിയമായല്ലേ? ഇതേപോലെ അല്ലേ ഇതും? അപ്പോൾ ഇൻറ്റു 2 ചെയ്താൽ പോരെ? മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പം നോക്കി, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു ലെങ്ത്. പൈ 3.14, ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ആർ സ്ക്വയറിന് 1 ഇൻറ്റു 1 എന്ന് എഴുതി. ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 1.8 സെൻറ്റിമീറ്റർ. ഇതുപോലത്തെ 2 എണ്ണം. അപ്പോൾ ഇൻറ്റു 2 എടുത്തു. ശരിയല്ലേ? മനസ്സിലായോ അത് നമ്മൾ നോക്കി. അപ്പോൾ എത്ര കിട്ടി? 3.14 ഇൻറ്റു 1 ഇൻറ്റു 1.8 ഇൻറ്റു 2 എത്ര വന്ന്? 11.304 സെൻറ്റിമീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വോളിയം നോക്കാം. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 84.78 11.304. 84.78 പ്ലസ് 11.304 96.084 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം കിട്ടി. നമുക്ക് എന്തിനാണ് വോളിയം കണ്ടുപിടിച്ചേ? വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ശരിയല്ലേ? വോളിയം എത്രയാണ്? 96.084 ഇൻറ്റു ഇവിടുത്തെ ഡെൻസിറ്റി എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? 7.8 ആണ്. ഓക്കെ, 96.084 ഇൻറ്റു 7.8 എത്ര വന്ന്? 749.45 ഗ്രാം എന്ന് വന്നു. കാര്യം ഡെൻസിറ്റി എന്തിലാണ് കിടക്കുന്നത്? ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. അതുകൊണ്ട് നമുക്കിവിടെ കിട്ടിയ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാമിൽ കിട്ടി. നമ്മളിതിന് എന്ത് ചെയ്യണം? കിലോഗ്രാമിലാക്കണം. എന്ത് ചെയ്താൽ മതി? 749.45 ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്താവും? 0.749 കിലോഗ്രാം. ശരിയല്ലേ? അപ്പോൾ മൊത്തത്തിലുള്ള കിലോഗ്രാം കിട്ടി. 1 കിലോഗ്രാമിന് 240 രൂപയായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.749 ഇൻറ്റു 240 നമുക്ക് നോക്കാം. ഇൻറ്റു 240 എത്ര വന്ന്? 179.86 രൂപ. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ഡെൻസിറ്റി തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ്? അതിൻ്റെ വോളിയം അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പൈ ആർ സ്ക്വയർ ഇൻറ്റു എൽ. അത് വെച്ച് നമ്മൾ വോളിയം കണ്ടുപിടിച്ചു. ഇവിടെ 2 ഡയമെൻഷൻ ആയിരുന്നുകൊണ്ട് ഇതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. ഇതിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്തു. അപ്പോൾ ഇതും കിട്ടി. എന്നിട്ട് ആ 2 വോളിയം കൂടെ കൂട്ടി. അപ്പോൾ ടോട്ടൽ വോളിയമായി. ഓക്കെ, ദെൻ വെയിറ്റ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് നമുക്കറിയാം. അതിൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി 7.8 ചെയ്തപ്പോൾ ഇത്ര ഗ്രാം എന്ന് കിട്ടി. അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റി. 1 കിലോഗ്രാമിന് 240 രൂപയാണ് തന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.749 ഇൻറ്റു 240 ചെയ്തപ്പോൾ 179.86 രൂപയെന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിട്ട് ഒന്നുകൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.